ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ രാധേ. ഓം മഹാദേവിയേ നമ. അങ്ങനെ നവദുർഗ ഭവത്തിൽ 7-ാം ദിവസം കാണാൻ കഴിയുന്ന, അതായത് കാളിയുടെ, അതായത് കാളരാത്രിയായ ദേവിയെയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ കാളരാത്രി ദിവസത്തിൽ രാത്രി ഇരുണ്ട നിറത്തോടു കൂടി കാണപ്പെടുന്നതാണ് കാളരാത്രി. അപ്പൊ കാളരാത്രി ഭദ്രകാളിയുടെയൊക്കെ ഒരു അവതാരമാണ്. അപ്പൊ കാളി ദേവി ആരാണ്? ഭദ്രകാളി ആരാണ്? അതായത് ദാരിക നിഗ്രഹത്തിന് വന്ന ശിവന്റെ മകളാണ്. അപ്പൊ ദാരികൻ എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്ന് ഒരുപാട് വരം നേടിയിട്ടുണ്ട്. അതിൽ ഒരു വരം എന്ന് പറയുന്നത്, എന്നെ ആരും വധിക്കാൻ, ശിവനോ വിഷ്ണുവോ ആരും വധിക്കാൻ പാടില്ല, പക്ഷെ ഒരു സ്ത്രീ മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ എന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ വരം ബ്രഹ്മാവ് കൊടുക്കുകയും ഈ ദുഷ്ടനായി തീരുകയും ചെയ്യുകയാണ് ഈ ദാരിക അസുരൻ. അവസാനം ദേവേന്ദ്രനെ ഇന്ദ്രാണിനെയൊക്കെ പിടിച്ചോണ്ട് പോവുകയും ഐരാവതം എടുത്തോണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ ചെന്ന് അവസാനം അഗ്നിഭഗവാനും ദേവേന്ദ്രനും വിഷ്ണു ഭഗവാനും ചെന്നെങ്കിൽ വിഷ്ണു എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനെ നമുക്ക് ശിവനെ കാണാം. അങ്ങനെ ശിവനെ കാണുകയും സങ്കടം ഉണർത്തിക്കുമ്പോൾ ശിവഭഗവാൻ ഇത് കേട്ട് കോപാഗ്നിയോട് ജ്വലിച്ച് ശരീരമൊക്കെ നീല നിറത്തിലായി തൻ്റെ തെക്കണ്ണ തുറന്നൊരു തീഗോളം പുറത്തോട്ട് വരും. ആ പുറത്തോട്ട് വരുന്ന തീഗോളത്തിൽ നിന്നാണ് ശിവന്റെ മകളായ കാളി ജനിക്കുന്നത്. കാളിക്ക് അങ്ങനെ തൻ്റെ ഭദ്രമായ കണ്ണിൽ നിന്ന് വന്നതുകൊണ്ട് ദേവിക്ക്, കാളി ദേവിക്ക് ശ്രീ ഭദ്രകാളി എന്ന് നാമകരണം കൊടുത്തു. പിന്നെ കണ്ടത്തിൽ നിന്ന് നീലകണ്ഠനല്ലേ, അങ്ങനെ നീലകണ്ഠൻ്റെ മകളായതുകൊണ്ട് കണ്ടേ കാളി എന്ന്, പിന്നെ കാളരാത്രി, ചാമുണ്ടി, ഇങ്ങനെയൊക്കെ കാളിയെ നമ്മൾക്ക് അറിയപ്പെടും. ഭദ്രകാളി. അങ്ങനെ ദാരിക നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളിക്ക് ശിവൻ പറയും, നീ എല്ലാ കുടുംബ ദേവതയായിട്ടും പിന്നെ ഗോത്രവർഗങ്ങളിലും ഒക്കെ നിന്നെ വെച്ച് ആരാധിക്കുന്ന ഒരു ദേവതയായിട്ട് എല്ലാവരും നിന്നെ അറിയപ്പെടും എന്ന് ശിവഭഗവാൻ ദേവിക്ക് വരം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ദേവി കുടുംബ ദേവതയായിട്ട് എല്ലായിടത്തും അറിയപ്പെടുന്ന. ശിവനുള്ള ഭാഗങ്ങളുടെ അടുത്തെല്ലാം ദേവി ഭദ്രകാളിയെ കുടുംബ ദേവതയായിട്ട് കുടിയിരുത്തുന്നുണ്ട്. പണ്ടൊക്കെ ഗോത്രവർഗങ്ങളിലൊക്കെ ഈ ഭദ്രകാളി പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാധാരണ പുറത്ത് വെച്ച് ആദിവാസി അങ്ങനെയൊക്കെ അവിടെയൊക്കെ നമ്മൾക്ക് ഭദ്രകാളി പൂജയൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. പിന്നെ ഇപ്പൊ കുടുംബത്തിലായിട്ട് ഓരോരുത്തർ അതിനെ കുടിയിരുത്തി ഓരോ പൂജകളൊക്കെ, കാളി പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പക്ഷെ കാളി എല്ലാവരും കോപാഗ്നിയാണെങ്കിലും കാളി കോപാഗ്നി അല്ല, കാളി സൗമ്യയാണ്. കാളിയുടെ ഭക്തരെ കാളി ഉപാസകരെയൊക്കെ കാളി സൗമ്യ രീതിയിലാണ് കാണുന്നത്. കാരണം ഭക്തരെ രക്ഷിക്കുന്ന ഒരു ദേവിയാണ് കാളിദേവി. അങ്ങനെ നമുക്ക് കാണുന്നെങ്കിലും കാളിദേവി സൗമ്യ രൂപിയാണ്. പിന്നെ നവഗ്രഹ ദോഷമുള്ളവർക്ക് ഈ കാളരാത്രി ദേവിയൊക്കെ പൂജിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ 7-ാമത്തെ ദിവസം കാളി പൂജയിലൊക്കെ പോയി പങ്കെടുക്കണം. അങ്ങനെയാണ്